പ്ലാസ്റ്റിക് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് പോലും പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് കുറുമാലിപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറിഗേഷൻ വകുപ്പ് ചിറകെട്ടുന്നത് വിരോധാഭാസമായതിനാൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടങ്ങളുടെ പ്രധാന കടമയും കർത്തവ്യവുമാണെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടി നിർമ്മിക്കുന്ന മണൽ ചാക്ക് ചിറകൾ കാരണം കുറുമാലിപ്പുഴ മലിനമാകുന്നത് തടയാൻ ജില്ലാ ഭരണകൂടം നടപടിയെടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക് ചാക്കുകൾക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന കമ്മീഷന്റെ മുൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ സ്വീകരിച്ച നടപടികൾ 6 മാസത്തിനകം അറിയിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേസ് ഓഗസ്റ്റിൽ പരിഗണിക്കും. ചിറ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിക്കരുതെന്ന കമ്മീഷൻ ഉത്തരവ് ലംഘിക്കപ്പെട്ടതായി ആരോപിച്ച് KG രവീന്ദ്രനാഥ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ചിമിനി ഡാം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിൽ കുറുമാലിപ്പുഴയുടെ അടിത്തട്ടിൽ പല ഭാഗങ്ങളിലും പാറയാണെന്നും മുള, പാഴ്മരം, മരക്കുറ്റികൾ എന്നിവ ചിറ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും പറയുന്നു. ചാക്കിന്റെ ഇടയിൽ കൂടി മണൽ ചോരുന്നതിനാൽ മണൽ ചാക്കും പ്രായോഗികമല്ല. പുഴയിലൂടെ ഒഴുകിവരുന്ന മരച്ചില്ലുകൾ തുളച്ചു കയറി ചാക്കിന് കേടുപാട് സംഭവിക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണൽ ചാക്കിന് പകരം ജിയോ ബാഗ് ഉപയോഗിച്ച് ചിറ നിർമ്മിക്കാൻ അധിക ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ലഭ്യമായിട്ടില്ല. ഈ വർഷവും പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ച് ചിറ നിർമ്മിക്കാനാണ് അനുമതി ലഭിച്ചത്. ചിറ പൊട്ടുന്ന സമയത്ത് പുഴയിൽ പരന്നൊഴുകുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ പുഴയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ആവശ്യം കഴിഞ്ഞാൽ ഉടൻ മണൽ പുഴയിൽ നിക്ഷേപിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്ന കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച മേൽ നടപടികളിൽ ജില്ലാ കളക്ടർ അറിയിക്കണമെന്നും കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു.